Alaikum, Namaskaaram. എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തളിപ്പറമ്പിൻ്റെ സ്വന്തം പതപ്പിച്ചപ്പം. തളിപ്പറമ്പിൽ ഭയങ്കര വൈറലാണിത്. ഇവിടെ അബുദാബിയിലും ഇവിടെ കുറേ ഹോട്ടലൊക്കെ ഉണ്ട് പതപ്പിച്ചപ്പം. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയും 3/4 ഗ്ലാസ് ചോറും ഉപ്പും ഇട്ടിട്ട് അരച്ചതാണിത്. ഞാൻ ബാക്കി അരച്ച മാവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ അരക്കേണ്ടത്. പച്ചരിയും ചോറും ഉപ്പും ഈ ഒരു പരുവത്തിനുള്ള വെള്ളം അറിയാമല്ലോ എത്രയാണെന്ന് അവരവരെ അരക്കുമ്പോൾ നോക്കിയിട്ട് ഞാനിപ്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. തീ വെക്കണ്ട, കൂടുതൽ തീ വെക്കാൻ പാടില്ല, ചെറിയ തീയിൽ. പിന്നീട് അത് പൊങ്ങി വരുമ്പോൾ നമുക്ക് തീ കൂട്ടാം. ഇതേപോലെ മുട്ട സിർക്ക നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോരി വീത്തിയ മുട്ടയപ്പം എന്നൊക്കെ ഓരോരാൾ പറയും. ഇത് മുട്ട സിർക്ക എന്നാണ് പറയൽ, കോരി വീത്തിയെന്നും പറയും. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ പതപ്പിച്ചപ്പത്തിന് ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പം ചുട്ട് ലാസ്റ്റിലായി. പതപ്പിച്ചപ്പത്തിന് ചിക്കൻ്റെ വെറും കാല് കറിയാന്ന് ഒഴിച്ചിട്ട് ഹോട്ടലിൽ നിന്നെല്ലാം ആക്കുന്നത്. ഞാൻ കോഴി കഷ്ണത്തിൽ തന്നെ ചെയ്യുന്നത്. കാരണം കാല് കറി അല്ലാണ്ട് ഈ കറിയിലേക്ക് അപ്പം ഓരോന്നായിട്ട് ഇടാം. ഇതാണ് തളിപ്പറമ്പിൻ്റെ സ്വന്തം സ്റ്റൈല് പതപ്പിച്ചപ്പം. ഇനി ഈ കറിയിൽ ഇത് തിളച്ച് വറ്റണം. ഈ അപ്പത്തിനൊക്കെ മസാല പിടിക്കണം. ഇത് കറി വറ്റുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം.
കുറച്ചും കൂടി വറ്റാനുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് കമൻറ്റിൽ കൂടി അറിയിക്കണം. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റിൽ കൂടി അറിയിക്കണം. അങ്ങനെ പതപ്പിച്ചപ്പം തയ്യാറാകാറായി. 2-3 മല്ലിയില, കുറച്ച് കറിവേപ്പില വറുത്തത്, അപ്പം തയ്യാറായി. പതപ്പിച്ചപ്പം തയ്യാറായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. അങ്ങനെ പതപ്പിച്ചപ്പം തയ്യാറായി. നമുക്ക് വിളമ്പാം. ഹോട്ടൽ സ്റ്റൈലൊന്നും വിളമ്പുന്നില്ല, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കേണ്ട ആ സ്റ്റൈലിൽ തന്നെ വിളമ്പാം. ഹോട്ടൽ സ്റ്റൈലിൽ ഇത്രയും എങ്ങനെയാണെന്ന് വിളമ്പാൻ. എന്നിട്ട് സൈഡിൽ സലാഡും ചിക്കൻ ഫ്രൈയും വെക്കും. നമ്മൾ വീട്ടിലായോണ്ട് നമ്മളെ സ്റ്റൈലിൽ വിളമ്പാം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയോണീസ് മേലെ കൂടി ഒഴിക്കണം. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഇടാൻ പറ്റുന്നല്ലോ. മറ്റേ സാധാരണ ഡബ്ബയിലാകുമ്പോൾ നമുക്ക് നീട്ടിയിടാലോ. ഞാൻ ഹോട്ടൽ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇത് നമ്മൾ വീട്ടിൽ തിന്നാനായതുകൊണ്ട് ഒരു പ്ലേറ്റിൽ തന്നെ വിളമ്പിട്ടതാ. ഹോട്ടലിൽ അതിൻ്റേതായ രസത്തിലെല്ലാം വിളമ്പും. സലാഡ്, ഇനി ചിക്കൻ ഫ്രൈ. അങ്ങനെ നമ്മൾ പതപ്പിച്ചപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ അയക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.